കഴിഞ്ഞ ആഴ്ച ആത്മീയ ദിവ്യന്മാരുടെ മനഃശാസ്ത്രം എന്ന പേരിൽ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു. കൊട്ടാരക്കരയിൽ നിന്നുള്ള ഒരു ദൈവദാസൻ എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയുടെ ചില പരാമർശങ്ങളെ വിമർശിച്ചുകൊണ്ട് ട്രോൾ ചെയ്തുകൊണ്ട് ഇറങ്ങിയ പല വീഡിയോസ് ഉണ്ടായിരുന്നു. അതിനെ അവലംബിപ്പിച്ച് അതിൻ്റെ കാതൊരു നിമിത്തമായിട്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അത്. അവിടെ ഒരു വ്യക്തിയല്ല വിഷയം, പക്ഷെ ഈ വ്യക്തിയുടെ പുറകിലുള്ള വ്യാപകമായ ഒരു പ്രവണതയാണ് ഞാൻ ഇവിടെ പരാമർശിക്കുന്നത്, വിശകലനം ചെയ്യുന്നതെന്ന് ഞാൻ വളരെ വ്യക്തമാക്കിയിരുന്നു. അതിനനുകൂലമായും പ്രതികൂലമായും പല കമന്റുകൾ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കണ്ടു. അത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊന്നും ചിന്തിക്കാതെ ആ വിഷയം വകവെക്കാതെ എല്ലാം തന്നെ ഞാൻ പൊതുജനത്തിന് കാണത്തക്ക വിധത്തിൽ ഞാൻ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും പറയാനും അവരുടെ അഭിപ്രായം പറയാനും അത് മറ്റുള്ളവർ കേൾക്കാനും അവകാശമുണ്ടല്ലോ. അതിൽ ചില കമന്റുകളാണ് കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ വീഡിയോ മാത്രമല്ല, തുറന്നു വരുന്ന ചില വീഡിയോയിലൂടെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് ഇതാ: താങ്കൾ ആരാണാവോ? അദ്ദേഹത്തെ കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ദൈവ വഴിയിൽ വന്നു നന്മ പ്രാപിക്കുന്നവരും ഉണ്ട്. ഈ വിമർശകർ എന്ന് പറയുന്ന താങ്കൾ ഉൾപ്പെടെ ഉള്ളവരെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അത് ഒന്ന് സ്വയം ചിന്തിക്കുക. ഞാൻ കാര്യമായി തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഈ ലോകത്തിൽ ഒരു ദേവദാസൻ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ നന്മയും തിന്മയും ഒക്കെ തീരുമാനിക്കുന്ന ഇവിടെയല്ല. അത് വളരെ വ്യക്തമാണല്ലോ. അതായത് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ദൈവനാമത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ശരിയായൊരു വിലയിരുത്തുന്ന ഒരു കാലം വരുന്നുണ്ട്. അത് നമ്മളെല്ലാം നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ മുൻപാകെ വരുമ്പോഴാണ്. അഴിഞ്ഞു പോകുന്ന പുല്ല്, മരം, വൈക്കോൽ ഇവ കൊണ്ടാണോ ഞാൻ പണിതത്? അതോ തീയിൽ അഴിഞ്ഞു പോകാത്ത വിലയേറിയ മുത്ത്, വിലയേറിയ ലോഹങ്ങൾ കൊണ്ടാണോ ഞാൻ പണിതത് എന്ന് ഞാൻ മാത്രമല്ല, എല്ലാവരും പണിതതെന്ന് തീരുമാനിക്കുന്ന ആ നാളുണ്ട്. ആ നാള് വരെ എൻ്റെ സൃഷ്ടാവിൻ്റെ വിധി നിർണയത്തിനായി കാത്തിരിക്കാൻ ഞാൻ തയ്യാറ്. അതുപോലെ ആയിരിക്കും മറ്റെല്ലാവരും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് അതിലപ്പുറം അതിനെ മറുപടി പറയേണ്ടതില്ല. രണ്ടാമത്തെ വിഷയം, ആ വ്യക്തി ഏതെങ്കിലും വ്യക്തിയാകട്ടെ, ചില വ്യക്തികൾ ചെയ്യുന്ന നന്മ കൊണ്ട് അവരുടെ തിന്മ മറച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് വേറെ തെറ്റായ ഒരു വാദം. ഈ ലോകത്തിൽ എത്രയോ പേര് നന്മ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇടയിലൊക്കെയുള്ള ഈ ആത്മീയ ദിവ്യന്മാർ ചെയ്യുന്ന നന്മകൾ ഈ ലോക മനുഷ്യർ ചെയ്ത നന്മകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ ഒരു കോണിലേക്ക് വെക്കാനായിട്ടാവുകയില്ല. ഉദാഹരണത്തിന് സായി ബാബ സ്ഥാപിച്ച ആശുപത്രികൾ, കോളേജുകൾ, സ്കൂളുകൾ, ധർമ്മസ്ഥാപനങ്ങൾ, അതുപോലെ നമ്മുടെ ഇടയിൽ കേരളത്തിലെ മാതാ അമൃതാനന്ദമായി ചെയ്യുന്നതായ നന്മ പ്രവർത്തികൾ, അവരോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അവരുടെ വിശ്വാസത്തെ അംഗീകരിക്കാൻ എനിക്ക് കഴിയുകയില്ല. അവർ വിശ്വസിക്കുന്നതൊന്ന്, പക്ഷെ അതിനെ അംഗീകരിക്കാൻ കഴിയാത്തൊരു വിശ്വാസമാണ് എൻ്റേത്. അതുകൊണ്ട് അവർ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ മാത്രം വെച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തെയും അവരുടെ ജീവിതശൈലിയും ഞാൻ അംഗീകരിക്കണമെന്ന് പറയുന്നത് ശരിയാണോ? അല്ലല്ലോ. അതുപോലെ തന്നെയാണ് അവിടെയോ ഇവിടെയോ ആരോ രക്ഷിക്കപ്പെട്ടു, ആരുടെയോ കടം മാറി, ആർക്കോ സൗഖ്യം വന്നു, ആർക്കോ പുരോഗതി ഉണ്ടായി, സാമ്പത്തിക പുരോഗതി ഉണ്ടായി, ഒന്നൊക്കെയുള്ള ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇവർക്കൊക്കെ എന്തും പറയാനുള്ളതായ ലൈസൻസ് ആണോ നമ്മൾ കൊടുക്കേണ്ടത്? ലക്ഷ്യം പോലെ തന്നെ ശുദ്ധമായിരിക്കണ്ടേ മാർഗവും. അതല്ലേ വചനം പഠിപ്പിക്കുന്നത്. അതിരിക്കട്ടെ. അവസാനമായി
ഈ ദിവ്യന്മാരെ മനസ്സിലാക്കാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടെ ഞാൻ ചേർത്ത് പറയുകയാണ്. അത് ഭാരത ജീവിത ദർശനത്തിലെ 2 പദങ്ങളാണ്: ത്യാഗികളും ഭോഗികളും. ജീവിതത്തിൽ തങ്ങൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി, തങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടി ജീവിതത്തിൽ എല്ലാം ത്യജിക്കാൻ തയ്യാറായവരാണ് ത്യാഗികൾ. അവർക്ക് ജീവിത ശുദ്ധിയും വിശ്വാസത്തിന്റെ സത്യത ആണ് അവർക്ക് വലിയത്, ഏറ്റവും വിലയേറിയത്. അല്ലാതെ അവർ എന്ത് അനുഭവിക്കുന്നു, അവരുടെ കയ്യിൽ എന്തൊക്കെ അവർ സമാഹരിച്ചിട്ടുണ്ട്, അതല്ല അവരുടെ മുഖ്യ ലക്ഷ്യം. അവർ സന്യാസിമാരല്ല. അവർ ചിലപ്പോൾ അല്ലെങ്കിൽ മിക്കവാറും സുഖകരമായി ജീവിക്കുന്നവരായിരിക്കാം. പക്ഷെ അവരുടെ മനോഭാവം അവർക്കുള്ളത് ത്യജിക്കാൻ തയ്യാറായി. അതിലുപരിയായി ഒന്നും നേടുന്നതിലുപരിയായിട്ട് വിശ്വാസത്തിന്റെ നിർമ്മലത, അവർ വിശ്വസിക്കുന്ന സത്യത്തിന്റെ നിർമ്മലത, അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. അതിനുവേണ്ടി ത്യജിക്കാൻ തയ്യാറായവരാണ് അത്. പക്ഷെ അതേ സമയത്ത് ഭോഗികൾ ഈ ലോകത്തിലെ സകല സുഖങ്ങളും അനുഭവിക്കാനും അതിൽ ലക്ഷ്യമിട്ട് അതിൽ മനസ്സുറപ്പിച്ച് തങ്ങൾ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ചില സത്യങ്ങളെ ത്യജിച്ച്, സത്യങ്ങൾക്ക് വില കൊടുക്കാതെ, അതിനുവേണ്ടി നിൽക്കാതെ, സത്യത്തെ അല്ലെങ്കിൽ അവർ പറയുന്ന നിനക്ക് വളച്ചൊടിച്ച് എങ്ങനെ തങ്ങൾക്ക് ഭോഗസുഖങ്ങൾ നേടിയെടുക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ഭോഗികൾ. അവരാണ് സുവിശേഷ വേലയിൽ പണം ചോദിച്ചു വാങ്ങുന്നത്. അവരാണ് പണം കൊടുക്കാത്തവരെ ശപിക്കുന്നത്. അവരാണ് അവരെ അനുകൂലിക്കാത്തവരെ അവർ ശപിക്കുന്നത്. അവരാണ് മറ്റുള്ളവരെ അനുഗ്രഹങ്ങൾ തടഞ്ഞു വെക്കാനും അതിനെ തുറന്നുവിടാനും ഒക്കെ എനിക്ക് ആത്മീയ അധികാരമുണ്ടെന്ന് വീമ്പിളക്കുന്നവർ ഭോഗികളാണ്. കർത്താവിന്റെ മാർഗം, സുവിശേഷ വേല ഭോഗികളുടേതല്ല, ത്യാഗികളുടേതാണ്. ക്രിസ്തുവും അപ്പോസ്തലന്മാരും കാണിച്ചു തന്ന മാതൃക അതാണ് നാം പിന്തുടരേണ്ടത്. സ്വന്തം ജീവനെ പോലും ത്യജിക്കാൻ തയ്യാറായ ക്രിസ്തുവായിരിക്കണം നമ്മുടെ മാതൃക. എനിക്ക് ലാഭമായിരുന്നെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണി എന്ന് പറഞ്ഞ പൗലോസാണ് നമ്മുടെ മാതൃക. അതല്ലാതെ എല്ലാം ആർജിക്കാനുള്ള ഒരു മാർഗമായി ദൈവവേലയെ കാണുന്നതും ഉപയോഗിക്കുന്നതും അങ്ങനെ ചെയ്യുന്ന തെറ്റാണ്. അങ്ങനെ ചെയ്യുന്ന ആത്മീയ ദിവ്യന്മാരെ അവരുടെ മനോഭാവം ത്യാഗികളുടേതാണോ ഭോഗികളുടേതാണോ എന്ന് വിലയിരുത്തി സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യണം. അതാണ് ഇന്ന് നാം ചെയ്യേണ്ടത്. കാരണം ത്യാഗികളെക്കാളേറെ ഭോഗികൾ സുവിശേഷഗോളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരെ ഒന്നും നിർത്താനായിട്ട് പറ്റുകയില്ല. പക്ഷെ നമുക്ക് അവരെ വകതിരിച്ച് കാണാൻ കഴിയും. ഒരു വിവേചനം നമുക്ക് ആവശ്യമാണ്. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഇതിനെക്കുറിച്ചുമുള്ള കമൻറ്റുകൾ, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാവുന്നേ ഉള്ളൂ. ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ കിട്ടുന്ന സമയം വെച്ച്, സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് അതിനൊക്കെ മറുപടി തരാനോ വിശദീകരിക്കാനോ കഴിയുമെന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതുവരെ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.